ഒരു ഫസ്റ്റ് ടൈം ബയർ അല്ലെങ്കിൽ വീട് മേടിക്കാൻ പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന UK-ൽ ഡെപ്പോസിറ്റ് മാത്രമാണ് ആവശ്യം. ഞാൻ പറയും ഡെപ്പോസിറ്റ് മാത്രമല്ല എന്ന്. ഒരു നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം. നമുക്ക് എങ്ങനെ നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ബിൽഡ് ചെയ്യാമെന്നുള്ളത് പല മലയാളികൾക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. എങ്കിലും നമ്മുടെ ഉള്ള നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി നഷ്ടപ്പെടാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ നഷ്ടപ്പെടാൻ ഉള്ള ചാൻസുകൾ? ഒന്ന്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് പർച്ചേസ് ചെയ്യും. അതിനൊരു ഡേറ്റ് കാണും നമ്മൾ റീപേ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ടെന്യൂർ കാണും. നമ്മളൊരു മിനിമം പേയ്മെൻറ്റ് പോലും ചിലപ്പോൾ നമ്മൾ അത് മറന്നു പോകും. മിനിമം പേയ്മെൻറ്റ് ചെയ്യാൻ മറന്നു പോകും. പല കാര്യങ്ങൾ കൊണ്ട് സ്റ്റാൻഡിങ് ഓർഡർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിമെമ്പർ. അവർ മെയിൽ അയക്കുമായിരിക്കും നിങ്ങളുടെ ഡ്യൂ വരുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ പല ജീവിതത്തിൽ തിരക്ക് കാരണമൊക്കെ നമ്മൾ ചിലപ്പം വിട്ടുപോകാം. വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഇൻ ടു അവർ ക്രെഡിറ്റ് ഹിസ്റ്ററി. അപ്പം നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മോർഗേജ് എടുക്കാൻ പോകുമ്പോൾ തന്നെ അപ്പം ചോദിക്കുന്നത് ക്രെഡിറ്റ് കാർഡുണ്ടോ? ക്രെഡിറ്റ് കാർഡുണ്ട്. എത്ര ഉണ്ട് നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്? ഇതുണ്ട്. എന്നായിരുന്നു ഡ്യൂ? അപ്പം അവർക്ക് മൊത്തം കാണാൻ പറ്റും. കണ്ടു കഴിയുമ്പോൾ അവർ പറയും. അപ്പം നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ പോയിൻറ്റ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ബാഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ലോൺ കിട്ടത്തില്ലെന്നോ മോർഗേജ് കിട്ടത്തില്ലെന്നുള്ളതല്ല അർത്ഥം. പക്ഷെങ്കിൽ നമ്മൾ ബോറോ ചെയ്യുകയോ മോർഗേജ് എടുക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി വെരി ഹൈ വെൻ കമ്പയർ ടു നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരുമായിട്ട്. നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ബേസ് ലൈൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒരു വേരിയേഷൻ 5% അല്ല 0.5 0.5 ലെസ്സോ വേരിയേഷനില്ല. ദിസ് ഈസ് ഫ്രം മൈ എക്സ്പീരിയൻസ്. കാരണം എനിക്ക് വ്യക്തിപരമായ പ്രശ്നമുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ ഡിഫോൾട്ടിലല്ല, പേഴ്സണൽ ലോൺ ഡിഫോൾട്ടിലല്ല. ഞാനുള്ള അറിയാതെ നമ്മുടെ ഒരാൾ വന്ന് പറഞ്ഞു ഒരു പ്രോഡക്റ്റ് മേടിക്കുക, ഇത് പേയ്മെൻറ്റ് ബൈ ലേറ്റർ സ്കീമാന്നൊക്കെ പറഞ്ഞു. I was not happy with the product. There was big issue. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്കീമുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ട് പറയും, മേടിക്കൂ, ഞാനല്ലേ പറയുന്നത്, ഞങ്ങൾ ഉപയോഗിച്ചതല്ലേ എന്നൊക്കെ പറയും. നമ്മൾ നമ്മുടെ ലോജിക് റീസണിങ് യൂസ് ചെയ്യത്തില്ല. നമ്മൾ എൻട്രി ചെയ്യും, നമ്മൾ അബദ്ധത്തിൽ ചാടും. ഇറ്റ് വിൽ ഹാവ് എ ബാഡ് എഫക്റ്റ്. ഞാൻ പേഴ്സണലി അത് ഫേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഐ എം ഷെയറിങ് മൈ ഓൺ എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടരുത്. എങ്ങനെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് വേണേൽ അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. Thank you very much. Keep watching.